ഗവിയിലേക്ക് പോയ KSRTC ബസ് വീണ്ടും വനത്തിനുള്ളിൽ കുടുങ്ങി. യാത്രക്കാർ വലഞ്ഞു. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. വ്യാഴാഴ്ച പുലർച്ചെ പത്തനംതിട്ടയിൽ നിന്ന് പുറപ്പെട്ട ഗവി കുമളി ബസ്സാണ് 9:30 അരണമുടി വനത്തിൽ കുടുങ്ങിയത്. തകരാറിലായ ബസ് റോഡിന് നടുവിൽപ്പെട്ടതോടെ ഈ വഴിയുള്ള വാഹന ഗതാഗതവും തടസ്സപ്പെട്ടു. സ്ത്രീകളും കുട്ടികളും അടക്കം 38 യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത്. കുടിവെള്ളം പോലും ഇല്ലാതെ വലഞ്ഞ യാത്രക്കാർക്ക് മണിക്കൂറുകൾക്ക് ശേഷമാണ് യാത്ര തുടരാനായത്. ഒരാഴ്ച മുമ്പ് ഗവിയിലേക്ക് പോയ KSRTCയുടെ ഉല്ലാസയാത്ര ബസ്സും വനത്തിനുള്ളിൽ കുടുങ്ങി യാത്രക്കാർ ദുരിതത്തിലായിരുന്നു. ഈ ബസ്സിലെ യാത്രക്കാരെ കൊണ്ടുപോകാനായി പകരമെത്തിയ ബസ്സും തകരാറിലായത് വിവാദമായിരുന്നു. ഭക്ഷണമോ കുടിവെള്ളമോ ലഭിക്കാതെ വനത്തിനുള്ളിൽ ബസ്സുകൾ മണിക്കൂറുകളോളം കുടുങ്ങുന്നത് യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതിനിടെ ഗവിയിലേക്കുള്ള ബസ്സുകൾ തുടരെ വഴിയിൽ കുടുങ്ങുന്നത് വലിയ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ട്. പത്തനംതിട്ട ഡിപ്പോയിൽ നിന്ന് 1 മണിയോടെ മറ്റൊരു ബസ് എത്തിച്ചാണ് വഴിയിൽ കുടുങ്ങിയ യാത്രക്കാരെ കൊണ്ടുപോയത്. മെക്കാനിക്കൽ സംഘവും യാത്രക്കാരും ഏറെ നേരം പണിപ്പെട്ട ശേഷമാണ് വഴിമധ്യത്തിൽ കിടന്ന ബസ് വശത്തേക്ക് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനായത്. KSRTC റോഡിന് നടുവിൽ കുടുങ്ങിയതോടെ മറ്റ് നിരവധി വാഹനങ്ങളും യാത്ര തുടരാൻ കഴിയാതെ വനത്തിനുള്ളിൽ കുടുങ്ങി. ഗവി വനപാതയിൽ മിക്കയിടത്തും മൊബൈൽ കവറേജ് ലഭിക്കാത്തതിനാൽ ഇവിടെ വാഹനങ്ങൾ കുടുങ്ങുന്നത് പലപ്പോഴും വളരെ വൈകി മാത്രമാണ് പുറം ലോകം അറിയുന്നത്. KSRTC ജീവനക്കാരാണ് മിക്കപ്പോഴും വഴിയിൽ കുടുങ്ങുന്ന യാത്രക്കാർക്ക് തുണയാകുന്നത്. വ്യാഴാഴ്ച ബസ് കുടുങ്ങിയപ്പോഴും വൈദ്യുതി ജീവനക്കാരുടെ സമയോചിത ഇടപെടലാണ് യാത്രക്കാർക്ക് രക്ഷയായത്.